പ്രസന്ന തുടങ്ങിക്കോളൂ. സായിറാം. ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിറാം. ഹൃദയേശ്വരനായ സ്വാമിയുടെ പാദത്തിൽ കോടി പ്രണാം. ഇന്നത്തെ അന്തർശൗച യജ്ഞത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സായി വാണി വായിക്കുന്നതും അനുഭവങ്ങൾ പറയുന്നതും സന്ദീപ് വയനാടാണ്. സന്ദീപ് പ്ലീസ് ഇൻട്രഡക്ഷൻ ചെയ്തോളൂ. വീഡിയോ ഓഡിയോ ഓൺ ആക്കണേ. സായിറാം. സന്ദീപ്. സായിറാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. സായിറാം തുടങ്ങിക്കോളൂ. സായിറാം. എല്ലാവർക്കും സായിറാം. പ്രത്യേകിച്ച് കാസർഗോഡ് DP സതീഷ് സർ, വത്സലാമ്മ, ഗീത ചേച്ചി, ലക്ഷ്മണൻ മാഷ്, എല്ലാവർക്കും സായിറാം. ഇപ്പോൾ ഇന്ന് എൻ്റെ പേര് സന്ദീപ്. സത്യസായി സംഘടനയിൽ കുറച്ച് ചെറിയ പ്രായം തൊട്ട് നമ്മളുണ്ട്. സെൻട്രൽ സ്പോർട്സ് ആൻഡ് യൂത്ത് അഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. തൽക്കാലം നാട്ടിൽ തന്നെയുണ്ട്, ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്നു. സായി സംഘടനയിലെ നമ്മുടെ ഉത്തരവാദിത്വം ഇപ്പോൾ വേദപോഷണത്തിൻ്റെ സംസ്ഥാനത്തിലെ ഒരു ജോലി സ്വാമി ഏൽപ്പിച്ചിട്ടുണ്ട്. വേദത്തിന് വേണ്ടി നമ്മൾ ഈ ചാർജ് എടുത്തതിന് ശേഷം ആദ്യം സമീപിച്ച ജില്ല കാസർഗോഡായിരുന്നു. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട്, എൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ട് കാസർഗോഡ് വരാൻ പറ്റിയില്ല. ഇങ്ങനെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. സായിറാം. സതീഷ് സാർ, എല്ലാവർക്കും സായിറാം. പിന്നെ ഇന്ന് സ്വാമിയുടെ സന്ദേശം വായിക്കാൻ വേണ്ടി ഒരു പുസ്തകം അന്വേഷിച്ച് നടന്നപ്പോൾ യാത്രയിലായിരുന്നു. യാദൃച്ഛികമായിട്ടൊരു വീട്ടിലെത്തിപ്പെട്ടപ്പോൾ എൻ്റെ സുഹൃത്ത് എനിക്കൊരു പുസ്തകം തപ്പിയെടുത്തു തന്നു. പക്ഷേ അത്ഭുതം, ഞാൻ എത്രയോ 10-20 വർഷങ്ങൾക്ക് മുൻപ് ആ വീട്ടിൽ സംഭാവന ചെയ്ത അതേ പുസ്തകം തന്നെയാണ് എനിക്ക് കിട്ടിയത്. അതേ സുഹൃത്ത് തന്നെ ഒരു പേജ് എനിക്ക് മറിച്ചു വന്നപ്പോൾ സ്വാമി എന്നാണ് 1958 തിരുവനന്തപുരത്ത് വന്നപ്പോൾ മലയാളികൾക്ക് വേണ്ടി നടത്തിയ അതേ പ്രഭാഷണം തന്നെയാണ്. അതുകൊണ്ട് അത് വായിക്കാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സായിറാം. ഓം ശ്രീ സായിറാം. ആത്മീയ മൂല്യങ്ങളെ വളർത്തേണ്ടതിൻ്റെ അത്യാവശ്യകതയെപ്പറ്റി ഗവർണർ ഡോക്ടർ രാമകൃഷ്ണ റാവു ഉള്ളിൽ തട്ടുമാറ് ഇപ്പോൾ പറയുകയുണ്ടായി. ആത്മീയ പശ്ചാത്തലവുമായി ക്രമപ്പെടുത്താതെ പുരോഗതിയുണ്ടാക്കിയാൽ അഹങ്കാരവും മാത്സര്യവും ലോഭവും സമൂഹത്തെ ദുഃഖത്തിലാഴ്ത്തുന്നു. എന്നാൽ ഇവിടെ തിരുവനന്തപുരത്ത് ആത്മീയ പശ്ചാത്തലത്തെ വിസ്മരിക്കൽ ഇല്ല. നഗരത്തിലെന്നപോലെ ദൈനംദിന ജീവിതത്തിലും പത്മനാഭ സ്വാമി ക്ഷേത്രം സമുന്നതമായി നിലനിൽക്കുന്നു. ഇവിടെ മാത്രമല്ല, സ്റ്റേറ്റിലൊട്ടാകെ തന്നെയും കേരളം തന്നെ ഒരു പവിത്ര ഭൂമിയാണ്. ശങ്കരാചാര്യരുടെ അവതാരം കൊണ്ടും ഉപദേശങ്ങൾ കൊണ്ടും അതിൻ്റെ പവിത്രത വർദ്ധിച്ചു.
കോയമ്പത്തൂരിൽ നിന്ന് ഈ തലസ്ഥാന നഗരത്തിലേക്ക് ഇത്രയും ദൂരം വരുന്ന സമയത്ത് ഈ ഭൂമി അതിമനോഹരമായി എനിക്ക് കാണാൻ സാധിച്ചു. കായലുകളും സംസ്ഥാനത്തിന്റെ ഒരറ്റം മുതൽ നിരന്നു കാണുന്ന കേരവൃക്ഷങ്ങളും ചേർന്ന് രൂപപ്പെട്ട ഈ പ്രകൃതി ദൃശ്യം മഹാനായൊരു കലാകാരൻ കൂറ്റൻ ക്യാൻവാസിൽ വിരചിച്ച ഗംഭീരമായൊരു വർണ്ണചിത്രം പോലെയുണ്ട്. ഈ വസ്തുക്കളെ പ്രഭു ഒരു ചിത്രകാരനെ പോലെ ആസ്വദിക്കുന്നു. അവിടുത്തെ മുമ്പാകെയുള്ള അവിടുന്ന് വിരചിച്ച സ്വന്തം ചിത്രങ്ങളെയും ശില്പങ്ങളെയും ആസ്വദിക്കുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഈ മനോഹര പ്രകൃതി ദൃശ്യങ്ങളിൽ പ്രഭുവിന്റെ തന്നെ സൗന്ദര്യം ദർശിക്കണമെങ്കിൽ ബാഹ്യ ചക്ഷുസ് പോരാ, അന്തർദൃഷ്ടി തന്നെ വേണം. അത് വികസിപ്പിച്ചെടുക്കാമെങ്കിൽ ഭൂമിയിലൂടെയുള്ള നടത്തമോ ജലോപരിയുള്ള തോണിയാത്രയോ ഓരോ മേഘശകലത്തിലും ഓരോ തുണ്ട് നെൽപ്പാടങ്ങളിലും ഭഗവത് ദർശനമേകുന്ന പവിത്രദേശത്തിലൂടെയുള്ള തീർത്ഥയാത്രയത്രേ. എന്നാൽ ഇക്കാണുന്ന എല്ലാ സുന്ദര വസ്തുക്കളും മനുഷ്യനെ സത്യത്തിലേക്കും എല്ലാ സത്യവും മംഗളത്തിലേക്കും നയിക്കും. അതാണ് പ്രകൃതിയുടെ മാർഗം. പ്രഭുവിന്റെ കരവിരുതിലെ സൗന്ദര്യം മനുഷ്യനെ ഭഗവൻ മഹത്വത്തിലേക്ക് നയിക്കുന്നു. ചിത്രം അതിൻ്റെ രചയിതാവിനെ അറിയാൻ ജിജ്ഞാസയുളവാക്കുന്നു. അവിടുത്തെ സത്യം പിടികിട്ടിയാൽ പ്രഭു ആനന്ദം അരുളുന്നു. അത് സ്വയം ശിവമയമത്രേ. വിദ്യാലയങ്ങളിലേക്കുള്ള പ്രവാഹം. ഇവിടെയുള്ള ജനങ്ങൾ കഠിനാധ്വാനശീലരും പരിശ്രമശാലികളുമാണെന്ന് ഞാൻ കണ്ടു. സ്റ്റേറ്റിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിരത്തുവക്കിലും കടകളിലും പാടത്തും തോട്ടങ്ങളിലും തോടുകളിലുമായി ജനങ്ങൾ തിരക്കുപിടിച്ച പ്രവൃത്തികളിലാണ്. എൻ്റെ കൂടെയുള്ളവരുടെ ശ്രദ്ധയാകർഷിച്ച മറ്റൊരു കാര്യം വിദ്യാലയങ്ങളിലേക്കുള്ള കുട്ടികളുടെ തിരക്കിട്ട പ്രവാഹമാണ്. സ്ലേറ്റോട് കൂടിയോ ഓലക്കുട പിടിച്ചോ പുസ്തക സഞ്ചി ചുമലിൽ തൂക്കിയോ പോകുന്ന ആൺകുട്ടികളും അതുപോലെ തന്നെ പെൺകുട്ടികളും. ഇവിടുത്തെ അക്ഷരജ്ഞാന ശതമാനം ഭാരതത്തിൽ വെച്ച് ഏറ്റവും ഉയർന്നതാണെന്ന് എനിക്കറിയാം. കൂടാതെ ഓരോ കുടുംബത്തിലും ഉന്നത വിദ്യാഭ്യാസം സിദ്ധിച്ച സ്ത്രീ പുരുഷന്മാരുണ്ട്. തിരുവനന്തപുരം വളരെയേറെ വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ കേന്ദ്രമാണ്. ആത്മീയ വിജയത്തിന്റെ പൂർവ്വ പാരമ്പര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ആത്മീയ സമ്പത്തിന്റെ നെല്ലറകളെല്ലാം തന്നെ ഉണ്ടെങ്കിലും എല്ലാവിധ അധ്വാനങ്ങളും വ്യവസായങ്ങളും ഉണ്ടെങ്കിലും വിദ്യാഭ്യാസം നേടുന്നതിന് എല്ലാ അഭിനിവേശമുണ്ടെങ്കിലും അതിന് കിട്ടുന്ന എല്ലാ അവസരങ്ങളും സസന്തോഷം പിടിച്ചെടുക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഞാൻ വളരെയേറെ അശാന്തി കാണുന്നു. ആന്തരിക ശാന്തി യാതൊരിടത്താണോ കൂടിയ തോതിൽ ഒരാൾ പ്രതീക്ഷിക്കുക അതിവിടെ നിലനിന്ന് കാണുന്നില്ല. പഴഞ്ചൊല്ലിൽ പറയും പോലെ വയസ്സൻ നരിക്ക് ഇപ്പോഴും വരകളുണ്ട്. ഒരു കാലത്ത് എല്ലാവർക്കും ശാന്തിയുടെ രഹസ്യം പഠിപ്പിച്ച ആത്മീയ ജ്ഞാനത്തിന്റെ ഈ സൂക്ഷിപ്പ സ്ഥലത്തിന്റെ കരുത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ശ്വാസം ഇവിടെ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ പറയട്ടെ. എല്ലാ ഗ്രാമഫോൺ റെക്കോർഡുകളും ഒരേ വസ്തു കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അതുപോലെ എല്ലാ ഹൃദയങ്ങളും ഒരേ ചൈതന്യത്തിലാണ് സ്പന്ദിക്കുന്നത്. അവയിൽ കാണുന്ന വരകളും കാഴ്ചയിൽ എല്ലാ പ്ലേറ്റിലും ഒന്നുപോലെയാണ്. സുഖദുഃഖങ്ങളെ കൊണ്ട് ഹൃദയത്തിൽ കുറിച്ച വരകളും മിക്കവാറും ഒരുപോലെ തന്നെയാണ്. ആ വരകളിലൂടെ ചരിക്കുന്ന സൂചിയാണ് സൗണ്ട് ബോക്സിലൂടെയും ആംപ്ലിഫയറിലൂടെയും നല്ലതോ ചീത്തയോ ആയ സംഗീതം പുറപ്പെടുവിക്കുന്നത്. സുഖദുഃഖങ്ങളിലൂടെ പായുന്ന സൂചി മനസ്സാണ്. അതിൻ്റെ പ്രതിഫലനം വിവർത്തനം ചെയ്തോ അതിശയോക്തിയായോ നിങ്ങൾക്ക് ഉത്സാഹമോ നിരുത്സാഹമോ ഏകുന്നു. സൂചി കൂർത്തു മൂർച്ച കൂടിയതാണെങ്കിൽ സംഗീതം ശ്രവണസുഖമരുളും. അത് വളഞ്ഞതോ പൊട്ടിയതോ ആണെങ്കിൽ ശബ്ദം തീരുന്ന വേദനപ്പെടുത്തലായിത്തീരുന്നു. ആദ്യത്തെ വിദ്യാഭ്യാസം മനസ്സ് നമ്മിലേക്ക് ലോകത്തിന്റെ സുഗന്ധമോ ദുർഗന്ധമോ എത്തിക്കുന്ന കാറ്റാകുന്നു. മനസ്സ് ദുർഗന്ധത്തിലേക്ക് തിരിഞ്ഞാൽ നിങ്ങൾക്ക് മുഷിപ്പായി, സുഗന്ധത്തിലേക്ക് തിരിഞ്ഞാലോ സന്തോഷവുമായി. കാറ്റ് 4 ഭാഗത്തു നിന്നും മേഘങ്ങളെ അടിച്ചുകൂട്ടുന്നു. അതുപോലെ മനസ്സ് നിരവധി ഇച്ഛാഭംഗങ്ങളെ നിങ്ങളുടെ ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇരുട്ടുന്ന മേഘങ്ങളെ കാറ്റെന്ന പോലെ വീണ്ടും മനസ്സു തന്നെയാണ് അതിനെ ചിന്നിച്ചിതറിക്കുകയോ സംശയമാകുന്ന രാത്രിയിൽ വഴിതെറ്റിയതായി തോന്നിക്കുകയോ ചെയ്യുന്നതും. മനസ്സിനെ നിയന്ത്രിക്കുക. നിങ്ങൾക്ക് അചഞ്ചലമായി നിൽക്കാം. അതാണ് ശാന്തിയുടെ രഹസ്യം. അതാണ് മനുഷ്യൻ ആദ്യം അവകാശപ്പെടേണ്ടതും നേടേണ്ടതുമായ വിദ്യാഭ്യാസം. ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം കിട്ടിയ ആളാണ് ഇന്ന് ഏറ്റവും അസംതൃപ്തനും അസന്തുഷ്ടനും എന്ന് കാണപ്പെടുന്നത്.
അപ്പോൾ പുസ്തകങ്ങളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഇതര വസ്തുക്കളിൽ നിന്നും അയാൾ നേടിയ എല്ലാ പഠന കൊണ്ടും എന്തു നേട്ടമാണ് ഉണ്ടായത്? ഈ ശാന്തി നേടാൻ വായനയല്ല വേണ്ടത്, ക്രമീകൃതമായ സാധന പരിശീലനമാണ്. ജയ് സാരാം. സ്വാമിയുടെ സന്ദേശം ഇത് മലയാളികൾക്ക് വേണ്ടി തന്നെ സ്വാമി തന്ന സന്ദേശമാണ്. 1958 തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഡിസംബർ 20. സായിറാം സന്ദീപ്, അനുഭവം പറഞ്ഞോളൂ. സാരാം സാരാം. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, സ്വാമിനെ പറ്റിയുള്ള അനുഭവങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ പറയണം എന്ന് കുറച്ച് ദിവസമായിട്ട് മനസ്സിലുണ്ട്. പക്ഷെ കുത്തിയിരുന്ന് ആലോചിക്കാനോ എഴുതി വെക്കാനോ എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. വേദത്തിന്റെ ജോലികളൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് ഓട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെയാണ് ഞാനിപ്പോൾ ആലോചിക്കേണ്ടത്, ഞാനിപ്പോൾ എന്ത് പറയും. അപ്പം ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സ്വാമിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാമി കുറച്ച് കാര്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ചോദിച്ച ഉടനെയല്ല സ്വാമി തന്നത്. ഒരു കാലതാമസം ഉണ്ടായിരുന്നേ. അപ്പൊ പല ഭക്തന്മാരും ഈ കാലതാമസങ്ങളെ പറ്റി പറയാറുണ്ട്. അപ്പൊ സ്വാമിയോട് ഒരു ഭക്തൻ ചോദിച്ചു, എന്താണ് ഈ കാലതാമസത്തിന്റെ കാരണം? എന്തുകൊണ്ടാണ് ഭക്തന്മാർക്ക് സ്വാമി കൊടുക്കാം എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അനുഗ്രഹിച്ച കാര്യങ്ങൾ പലപ്പോഴും കിട്ടാൻ വൈകുന്നത് എന്തുകൊണ്ടാണ്? കാലതാമസം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ സ്വാമി പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നേ. സ്വാമി പറഞ്ഞു, ഞാൻ ബുദ്ധിമാനായ ഒരു വേട്ടക്കാരനെ പോലെയാണ്. ഒരു ബുദ്ധിമാനായ വേട്ടക്കാരൻ ഒരു പക്ഷിയെ മാത്രം ലക്ഷ്യം വെക്കില്ല. അയാൾ ആകാശത്ത് ഉന്നം വെച്ച് നിൽക്കുമ്പോൾ ഒരു പക്ഷി പറന്നു പോകുമ്പോൾ അയാൾക്കറിയാം ആ വഴിയിൽ കൂടെ 2-3 പക്ഷികൾ പറന്നു പോയേക്കാം. അങ്ങനെ രണ്ടാമത്തെ പക്ഷി വരുന്നത് വരെ അയാൾ കാത്തു നിൽക്കും. ഒരു വെടിയുണ്ട കൊണ്ട് 2 പക്ഷിയെ കിട്ടുകയാണെങ്കിൽ ആ അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന വേട്ടക്കാരനെ പോലെയാണ് ഞാൻ. അപ്പൊ എൻ്റെ ഭക്തന് ഞാൻ ഒരിക്കൽ അനുഗ്രഹിച്ചാൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലാഭം എപ്പോഴാണോ ഉണ്ടാകുന്നത് ആ സമയത്ത് എൻ്റെ അനുഗ്രഹം പൂർത്തിയാവും, അത് അവർക്ക് ലഭിച്ചിരിക്കും എന്ന് പറഞ്ഞു. സ്വാമിയെ ചെറുപ്പം തൊട്ട് എനിക്കറിയാം. അച്ഛൻ്റെ കൂടെ കുഞ്ഞു പ്രായം തൊട്ട് ഞാൻ സമിതിയിൽ പോവാറുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുള്ള ഒരാഗ്രഹം, പുട്ടപർത്തിയിൽ പോയി ഭഗവാനെ കാണുമ്പോൾ ഭഗവാനോട് സംസാരിക്കണം. അപ്പോൾ സന്ദീപ് വന്നല്ലോ എന്ന് സ്വാമി ചോദിക്കും, സ്വാമി എന്നോട് സംസാരിക്കും. ഇതൊക്കെയായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ ഞാൻ ആദ്യമായിട്ട് പുട്ടപർത്തി പോയപ്പം ഇതൊന്നും ഉണ്ടായിരുന്നില്ല. സ്വാമി എന്നെ കണ്ട ഭാവം ഇല്ല. സ്വാമിയോട് അടുത്ത് കാണാൻ പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നീട് ഓരോ അവസരം വരുമ്പോഴും സ്വാമിയെ അടുത്ത് കാണാൻ പറ്റും, പക്ഷെ സ്വാമി എൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. പിന്നീട് എന്താ പറയാ, ആദ്യത്തെ ഒരു തവണ മാത്രമേ അച്ഛൻ എന്നെ കൊണ്ടുപോയിട്ടുള്ളൂ. പിന്നെ എല്ലാ സമയം അച്ഛൻ എന്നെ പറഞ്ഞു വിടും, നീ ഒറ്റയ്ക്ക് പോകുമെന്ന് പറയും. അങ്ങനെ 10-18 വയസ്സുള്ളപ്പോൾ തന്നെ ഞാൻ 2-3 മാസം കൂടുമ്പോൾ പുട്ടപർത്തി പോകും. വയനാട്ടിൽ നിന്ന് എളുപ്പമായിരുന്നു പുട്ടപർത്തി പോവാനെ. അപ്പോഴൊക്കെ ഞാൻ സ്വാമി എന്നോട് സംസാരിക്കാൻ വേണ്ടി അവിടെ കാത്തിരിക്കും. കയ്യിലെ കാശ് ഏതാണ്ട് ടിക്കറ്റിന് ബാക്കിയാവുന്ന വരെ ഞാൻ പുട്ടപർത്തിയിൽ തന്നെ താമസിക്കും. ഇതല്ലെങ്കിൽ നാളെ സ്വാമി എന്നോട് സംസാരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരുപാട് കത്തുകളും സ്വാമിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്വാമി എന്നോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാനത് വിട്ടു. സ്വാമി നമ്മളെങ്ങനെയൊന്നും എന്താ പറയുക, സമീപിക്കാൻ പറ്റുന്ന ആളല്ല സ്വാമി എന്നെനിക്ക് തോന്നി. ഞാനതൊക്കെ ഉപേക്ഷിച്ചു, മനസ്സിലെ ആഗ്രഹം. പക്ഷെ കുറേ കാലം ഒരു 2-3 വർഷം ഒക്കെ കഴിഞ്ഞിട്ട് ഒരിക്കൽ വൈറ്റ് ഫീൽഡിൽ സ്വാമിയെ കാണാൻ പോയപ്പം അന്ന് എനിക്ക് എൻ്റെ കണ്ണിനൊരു അസുഖം ഉണ്ടായിരുന്നേ. അപ്പൊ ഈ അസുഖമായിട്ട് ഞാൻ ദർശനത്തിന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ചയിൽ സ്വാമി എനിക്കൊരു സ്വപ്ന ദർശനം തന്നു. സ്വപ്ന ദർശനത്തിൽ സ്വാമി വിചിത്രമായിട്ട് എന്നോട് സംസാരിച്ചു. ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയമായിരുന്നു. ഒരു കൗമാരക്കാരൻ അനുഭവിക്കാൻ പാടില്ലാത്ത കുറെ പ്രയാസങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷെ അന്നൊരു രാത്രി സ്വാമി എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് കണ്ട് നീ വിഷമിക്കേണ്ട, ഭാവിയിൽ ഒരു സമയം വരും. സ്വാമി ഒഴുകുന്ന ചിത്രാവതി നദി ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരു കാലത്ത് ഈ നദി പോലെ നിന്നെ ഞാൻ വളർത്തും, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ദർശനത്തിനിരിക്കുമ്പോൾ അങ്ങനെ പറയുകയാണ്, സ്വാമി സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ സത്യമാണെങ്കിൽ ഞാൻ ചോദിച്ച പോലെ എന്നോട് നേരിട്ട് എന്തെങ്കിലും സംസാരിക്കുമോ എന്ന് ഞാൻ പ്രാർത്ഥിച്ച കാര്യം ഞാൻ മറന്നുപോയി. പക്ഷെ ദർശനത്തിന്റെ സമയം ആയപ്പോഴേക്കും സ്വാമി റെസിഡൻസിൽ ഇങ്ങനെ ഇറങ്ങി വന്നു. നേരെ എൻ്റെ മുന്നിൽ വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് എന്നോട് സംസാരിച്ചു.
എൻ്റെ കണ്ണിലേക്ക് നോക്കി കണ്ണ് ചുമന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ് കണ്ണ് ചുമന്നിരിക്കുന്നത്, കണ്ണിന് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു, കണ്ണിന്റെ അസുഖത്തിനെ പറ്റി ചോദിച്ചു. പിന്നെ സ്വാമി കുറച്ചു നേരം കണ്ണിങ്ങനെ തടവി തന്നു. എന്താ പറയാ, സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ആ വലിയ പ്രയാസം എൻ്റെ കണ്ണിൽ നിന്നും മാറി. പിന്നീട് ആ ഒരു ദുരിതം പിന്നീട് ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നീട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്താ പറയാ, ഈ ഒരു 3-4 കൊല്ലം മുമ്പ് ഒരാവശ്യത്തിന് എൻ്റെ ചേച്ചിമാർ എന്നോട് ജാതകം ഒക്കെ ക്ലിയർ ചെയ്ത് വെക്കാൻ പറഞ്ഞപ്പോൾ ജോത്സ്യൻ എന്നോട് പറഞ്ഞ എൻ്റെ ഗുരുദശ, ജീവിതത്തിൽ നമ്മുടെ വ്യാഴദശ ആരംഭിക്കുന്ന സമയം നോക്കിയപ്പോൾ എന്നോട് സ്വാമി അന്ന് സംസാരിച്ച് എന്നെ അനുഗ്രഹിച്ച അതേ ദിവസമാണ് എൻ്റെ ജീവിതത്തിലെ വ്യാഴദശ ഗുരുദശ തുടങ്ങുന്നത്. അപ്പൊ സ്വാമിക്ക് എന്താ പറയാ, നമ്മുടെ ഏത് സമയത്താണ് നമ്മൾ അനുഗ്രഹിക്കേണ്ടത് എന്ന് സ്വാമിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള കാര്യം, സ്വാമിയുടെ ഡിലേസ് ആർ നോട്ട് ഡിനൈൽസ്. അതായത് സ്വാമി വൈകിക്കുന്നത് സ്വാമി എന്താ പറയാ, നമ്മൾ ഉപേക്ഷിച്ചതുകൊണ്ടല്ല, വേണ്ടാന്ന് വെച്ചതുകൊണ്ടല്ല, കൃത്യമായ സമയത്ത് പറഞ്ഞ കാര്യം, ചോദിച്ച കാര്യം സ്വാമി നമുക്ക് തരും എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്നേരം ആ സമയത്ത് കുറച്ച് ഫോട്ടോഗ്രാഫർമാർ നമ്മുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു ആഗ്രഹം തോന്നി, അയ്യോ സ്വാമിനോട് സംസാരിക്കുന്നത് അവർ എന്താ പറയാ എടുത്തു വെച്ച് വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കിട്ടാൻ ആഗ്രഹം തോന്നി. ഞാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. പിന്നെ പുട്ടപർത്തിയിലൊക്കെ പോയി പല ലൈബ്രറിയിലും സ്റ്റുഡിയോയിലൊക്കെ അന്വേഷിച്ചെങ്കിലും അങ്ങനെ ഒരു സീൻ അവരുടെ കയ്യിലില്ലാതെ ബൃന്ദാവനിൽ പോയി അന്വേഷിക്കുമെന്ന് പറഞ്ഞു അവിടെ പോകാനൊന്നും നമുക്ക് സാധിക്കുമായിരുന്നില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞ് പുട്ടപർത്തിയിലൊക്കെ എനിക്ക് സ്ഥിരമായിട്ട് പോകാൻ പറ്റി. പുട്ടപർത്തിയിൽ ആളുകളെയൊക്കെ ആയിട്ട് ഒഫീഷ്യൽസ് ഒക്കെ ആയിട്ട് പരിചയപ്പെട്ടു. എങ്കിലും അവരോട് ചോദിച്ചിട്ടും അവർക്കൊന്നും കിട്ടാൻ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കേരളത്തിന് പുറത്തൊക്കെ ജോലി ചെയ്തിരുന്ന സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഫോട്ടോസും എല്ലാ പുസ്തകങ്ങളും എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ തട്ടൻ പുറത്ത് വെച്ചിട്ടാണ് ഞാൻ പോയത്. തിരിച്ചു വന്ന് ഒരു 5-6 മാസം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴേക്കും അത് മുഴുവൻ ചെതല് പിടിച്ച് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ സംഭവം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം എൻ്റെ കൂട്ടുകാരൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അതിനകത്ത് അന്നത്തെ ആ രംഗം അതേപോലെ ഉണ്ടായിരുന്നു. സ്വാമി എന്നോട് സംസാരിക്കുന്ന ഫോട്ടോസ് അദ്ദേഹം തന്നെ എനിക്ക് പ്രത്യേകം എന്താ പറയുക കട്ട് ചെയ്ത് അയച്ചു തന്നു. പിന്നെ അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ അതിന് മുമ്പ് പണ്ടേ എനിക്ക് തന്നിരുന്നെങ്കിൽ അത് ഇതിൻ്റെ കൂടെയൊക്കെ ചെതലരിച്ച് പോയേനെ. പക്ഷെ ഇപ്പോൾ തന്നതുകൊണ്ട് അത് കയ്യിൽ ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്. അന്ന് തൊട്ട് എന്താ പറയാ, എനിക്ക് പുട്ടപർത്തിയിൽ സ്ഥിരമായിട്ട് താമസിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പുട്ടപർത്തി സ്വാമിയുടെ കോളേജിൽ പഠിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇന്റർവ്യൂ ഒക്കെ എത്തുമ്പോഴേക്കും ഞാൻ ഫെയിലായി പോകും, അഡ്മിഷൻ കിട്ടില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ പുട്ടപർത്തിയിൽ ഒരു ജോലി കിട്ടാനൊക്കെ ശ്രമിച്ചു. അതിനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനത് ഉപേക്ഷിച്ചു. നമുക്കതിന് വിധിയില്ല എന്ന് വിചാരിച്ചേ. പിന്നീട് കുറെ കാലങ്ങൾ കഴിഞ്ഞ് ഞാൻ തൃശ്ശൂർ എന്താ പറയുക ഇവിടെ തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല ജോലി വേണമെന്നൊക്കെ തോന്നി. അങ്ങനെ ഞാൻ തൽക്കാലം ജോലിയിൽ നിന്നൊക്കെ മാറി UPSCയുടെ പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഒരു ദിവസം പരീക്ഷയ്ക്ക് മുമ്പ് 1 മാസം പുട്ടപർത്തിയിൽ പോയി താമസിച്ചു. പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെ സ്വാമി അന്നേരം സ്വപ്നത്തിൽ വന്ന് എന്നോട് സംസാരിച്ചു. അവിടെ സ്ഥിരമായിട്ട് താമസിച്ച് പരിശീലിക്കാൻ പറഞ്ഞു. ആ 1 മാസം എന്നുള്ളത് 9 വർഷം നീണ്ടു നിന്നു. ഒരിക്കൽ പുട്ടപർത്തിയിൽ പോയി താമസിക്കണം, പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചത് പിന്നീട് ആഗ്രഹിച്ചതിലും കൂടുതൽ 1-2 വർഷം എന്നുള്ളത് സ്വാമി 9 വർഷം എന്നെ അവിടെ നിർത്തി. ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. സ്വാമി എന്നെ പുതുക്കി പണിതു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് എന്താ പറയാ, എനിക്ക് തോന്നിയ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ സ്വാമിയെ പറ്റി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചിലപ്പോഴൊക്കെ വ്യക്തിപരമായ അനുഭവങ്ങൾ, സ്വപ്നങ്ങൾ, ഇതിനെ പറ്റിയൊക്കെ എഴുതും. ചിലപ്പോൾ സ്വാമിയുടെ പ്രഭാഷണങ്ങളിൽ പലതും കൂട്ടിപ്പിടിച്ചെഴുതി നല്ലൊരു എന്താ പറയുക പേജ് ഉണ്ടാക്കി വെക്കും. ഇതൊക്കെ ഒരു ശീലമായി. ചിലപ്പോഴൊക്കെ എൻ്റെ കൂട്ടുകാർ കാണുമ്പോൾ അതൊക്കെ എടുത്ത് കളിയൊക്കെ. പക്ഷെ അന്നത്തെ നമ്മുടെ ഭാഷ അങ്ങനെയായിരുന്നു. പിന്നെ അതൊക്കെ ആ ശീലം ഒക്കെ വിട്ടു. പിന്നെ ഈ പറഞ്ഞ പോലെ പുട്ടപർത്തിയിൽ സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നമുക്ക് വായിക്കാൻ കിട്ടുന്ന പുസ്തകങ്ങൾ അധികം മലയാളം പുസ്തകങ്ങൾ കിട്ടാറില്ല, ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ ചില ഭാഗങ്ങളൊക്കെ എടുത്ത് തർജ്ജമ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സായി സംഘടനയിൽ തന്നെ നമുക്ക് ട്രാൻസ്ലേഷനുള്ള അവസരങ്ങൾ വന്നത്. പ്രഭാകരൻ സാറ് എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നു. സത്യസായി ആൻസേഴ്സ്, അതുപോലെ തന്നെ
കുറേ കാര്യങ്ങൾ സാർ എന്നെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. അപ്പോൾ അതും ആ ആഗ്രഹവും സമയം വന്നപ്പോൾ സ്വാമി സാധിപ്പിച്ചു. അങ്ങനെ പുട്ടപർത്തിയിൽ ഞാൻ എഴുതി തയ്യാറാക്കി വെച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ റേഡിയോ സായി. അപ്പോഴേക്കും ജോലിയിൽ കയറണം എന്നൊക്കെയുള്ള ആഗ്രഹം എൻ്റെ കുറേയൊക്കെ പോയി. പുട്ടപർത്തിയിൽ തന്നെ താമസിച്ചാൽ മതി, ഇനി പുട്ടപർത്തി മതി എന്നൊക്കെ തോന്നിയിരുന്നു. സംഘടനയൊക്കെ മതി, ഇനി പുട്ടപർത്തിയിൽ തന്നെ സെറ്റിൽ ചെയ്യാമെന്നൊക്കെ ആഗ്രഹം തോന്നി. അപ്പൊ അന്നേരം എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ റേഡിയോ സായിൽ ജോയിൻ ചെയ്യണം, അവിടെ പ്രവർത്തിക്കണം എന്നൊക്കെയുള്ളതായിരുന്നു. അപ്പൊ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഇങ്ങനെ അന്ന് ഞാൻ നോക്കിയപ്പോൾ റേഡിയോ സായിൽ മലയാളം കണ്ടന്റുകളൊന്നുമില്ല മീഡിയ സെന്ററിൽ. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, ഞാൻ മനസ്സിലിങ്ങനെ ആലോചിക്കും, ഞാൻ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുകയോ, റേഡിയോ സായിൽ പ്രവർത്തിക്കാൻ എനിക്കൊരു അവസരം തരുമോ എന്നൊക്കെ ചോദിക്കണം എന്നൊക്കെ പ്രതീക്ഷിച്ച് ഇരിക്കുമായിരുന്നേ. പക്ഷെ അപ്പോഴേക്കും എൻ്റെ UPSC പരീക്ഷയൊക്കെ ഞാൻ ക്ലിയർ ചെയ്തു, ജോലിയൊക്കെ കിട്ടി. ഇപ്പോൾ റേഡിയോ സായിൽ വർക്ക് ചെയ്തിട്ട് പുട്ടപർത്തിയിൽ സെറ്റിൽ ചെയ്യാന്നുള്ള ആഗ്രഹം അവിടെ നിലച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2018 വീണ്ടും ഇതേപോലെ പ്രഭാകരൻ സാർ എനിക്കൊരു അവസരമായിട്ട് വരുന്നത്. എന്താ വെച്ചാൽ റേഡിയോ സായി മലയാളത്തിൽ ഒരു ചാനൽ തുടങ്ങാൻ പോകുന്നു, സന്ദീപിന് അതിന് വലിയ അവസരമുണ്ട്, അവിടെ പരിഭാഷയ്ക്കൊക്കെ ആളുകൾ വേണം, സന്ദീപിന് അവിടെ വർക്ക് ചെയ്യാം, ലൈഫ് ലോങ് സ്വാമിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, സ്വാമി കൃത്യമായിട്ട് നമ്മുടെ ആഗ്രഹം എഴുതി വെച്ചു. സമയമായപ്പം സ്വാമി ഒരു മലയാളം ചാനൽ തുടങ്ങിയപ്പം സ്വാമി മറക്കാതെ എന്നെ വിളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനും സമയം വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ടല്ലേ. പിന്നീട് ഇതേപോലത്തെ ഒരു അനുഭവം എനിക്ക് മനസ്സിൽ തോന്നിയത് വേദം പഠിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ വളരെയധികം ആഗ്രഹം, ഒരു തരം ഭ്രാന്ത് ഈ വേദമന്ത്രങ്ങൾ പഠിക്കുന്നതിനോട് തോന്നിയിരുന്നേ. ഞാൻ ജീവിതത്തിന്റെ വലിയൊരു സമയം വേദം പഠിക്കാൻ വേണ്ടി ഒരു കാലത്ത് മാറ്റിവെക്കുകയായിരുന്നു. അങ്ങനെ പഠിച്ച മന്ത്രങ്ങൾ പല ആവർത്തി, അതായത് എന്താ പറയാ, 100 കണക്കിന് തവണ ജപിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ പുട്ടപർത്തി പോയി താമസിച്ച് ജപിച്ചത് എന്താ പറയാ ബൈഹാർട്ടാക്കും. അങ്ങനെ ശ്രീരുദ്രം ഒക്കെ പഠിച്ച സമയത്ത് ഞാൻ ഒരു യജ്ഞം പോലെ പുട്ടപർത്തിയിൽ എന്താ പറയാ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഏതൊക്കെ സമിതിയിൽ പ്രവർത്തിക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ വേദത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഞാൻ പരമാവധി ശ്രമിക്കുമായിരുന്നു, വേദം പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ. അന്നേരം എനിക്ക് തോന്നിയൊരു ആഗ്രഹം, വേദം ശക്തമായിട്ട് കേരളത്തിന്റെ മുക്കിലും മൂലയിലൊക്കെ പ്രചരിക്കപ്പെടണം. അപ്പോൾ അതിനുവേണ്ടി ഒരു നാടകമൊക്കെ ഞാൻ എഴുതി തയ്യാറാക്കിയിരുന്നു. ഇപ്പോൾ നാടകത്തിന്റെ പേര് വളരെ വിചിത്രമായിട്ട് നമ്മൾ അന്നത്തെ സ്റ്റേറ്റ് പ്രസിഡന്റിന് മൂന്തൻ സാറിനൊക്കെ തോന്നി, അദ്ദേഹത്തിന്റെ ഈ നാടകം വാങ്ങിച്ചു, ഇത് നമുക്ക് അധികം വൈകാതെ തന്നെ പുട്ടപർത്തിയിൽ അവതരിപ്പിക്കണം, അടുത്ത വിഷുവിന് അവതരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ നിന്ന് വാങ്ങിച്ചു. പക്ഷെ അടുത്ത വിഷുവിന് അവതരിപ്പിക്കാൻ വേറൊരു നാടകമായിരുന്നു, നമ്മുടെ നാടകത്തിന് അവസരം കിട്ടിയില്ല. എന്തായാലും എനിക്കൊരു വലിയ വിഷമം തോന്നിയിരുന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് എന്താ പറയുക, ഇപ്പം ഇങ്ങനൊരു അവസരം വന്നപ്പോൾ ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് കേരളത്തിൽ വേദം പോഷണത്തിനുള്ള ഉത്തരവാദിത്വം എന്നോട് ഏറ്റെടുക്കാൻ പറഞ്ഞത്. അപ്പോഴെനിക്ക് തോന്നി, അന്നത്തെ നാടകം ഒരു വേദിയിലല്ല അവതരിക്കപ്പെടേണ്ടത്, റിയലി നമ്മുടെ സമൂഹത്തിൽ നേരിട്ട് അത് എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്യാൻ സ്വാമി ആഗ്രഹിച്ചതുകൊണ്ടാണ് അന്ന് അവിടെ അവതരിപ്പിക്കാൻ പറ്റാതിരുന്നത്. പക്ഷെ അതേ നാടകം തന്നെയാണ് ഇപ്പൊ സ്വാമി എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്നെനിക്ക് തോന്നി. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഇത്ര കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ എനിക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിരാം. സായിരാം സന്ദീപ്. സായിരാം സായിരാമേ. ഇത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ പ്രസന്റേഷൻ ഭജന പാടണേ. ఓ సాయిరా. రాముడు రామ అయోధ్యను వదలి లీవింగ్ అయోధ్య విశ్వామిత్రునితో ఫాలోయింగ్ విశ్వామిత్ర అరణ్యమునకు వెళ్ళి వెంట ఇన్ టు ద ఫారెస్ట్ యజ్ఞ సంరక్షణ సలిపిన తర్వాత ఆఫ్టర్ ప్రొటెక్టింగ్ యజ్ఞ విశ్వామిత్రుని ఆజ్ఞను పురస్కరించుకొని బేసింగ్ ఆన్ ద కమాండ్ ఆఫ్ విశ్వామిత్ర మిథిలాపురంలో చేరాడు. He reached Mithila. ఈ మిథిలాపురమునందు in that city Mithila taking that Shiva ధనస్సు జనక మహారాజు చేసినటువంటి యొక్క వాగ్దానమును పురస్కరించుకొని basing on the promise given by the king Janaka సీతని ఇచ్చి కళ్యాణం చేయాలని ఆశించాడు. It was expected that Sita would be married to Rama. కానీ రాముడు అంగీకరించలేదు. But Rama did not accept.
నా తల్లిదండ్రుల యొక్క అంగీకారం కాక, without permission, acceptance from my నా parents, తల్లిదండ్రుల యొక్క ఆజ్ఞను నేను పొందక, without getting their orders, ఈ యొక్క కన్యాదానముకు నేను ఏమాత్రము కూడాను నేను ఒప్పుకోనన్నాడు. I do not accept this marriage. విశ్వామిత్రుడు ఎన్ని విధములలో కూడాను రామునకు నచ్చజెప్పాడు. Vishwamitra taught him in so many ways. కడకు గురువాజ్ఞను కూడాను మీరి He transgressed even teachers' తల్లిదండ్రుల command. యొక్క అనుమతి నాకు అత్యంత అవసరమన్నాడు. He felt that the permission from parents is most essential. తల్లిదండ్రులు వచ్చేంత వరకు కూడాను, Till parents arrive, తల్లిదండ్రుల యొక్క అభిష్టం తెలిపేంత వరకు కూడాను till the parents express their desire, సీతను కూడాను కన్నెత్తి చూడలేదు. he didn't look at Sita. ఇట్టి మాతృభక్తి కలిగినటువంటి యొక్క శ్రీరామచంద్రుని యొక్క తత్వమును ఈనాడు దివ్యోత్తమైనటువంటి యొక్క భారతదేశమునందు విస్మరించి ఉంటున్నాం. Such kind of divine feeling towards the mother is forgotten by sons today, sons of India today. తండ్రి సత్యవాక్ పరిపాలన నిమిత్తమై తాను కఠినమైనటువంటి అరణ్యవాసం కూడా చేసి 14 సంవత్సరములు కఠిన జీవితాన్ని జరిపాడు. To uphold the truth and the command of the father, he felt the times in exile, in difficulties. సత్య నిష్ఠనే నిజమైన తపస్సుగా భావించాడు. He felt that adherence to truth is true penance. ఈ అరణ్యమునందు భరతునితో పాటు వశిష్ఠులు కూడాను వెళ్ళి రామచంద్రుని ఎన్నో విధములుగా కూడాను నచ్చజెప్పుటకు ప్రయత్నించాడు. While he was in exile, along with Bharata, Vasishtha also tried to convince him. గురూజీ, నైతిక భావము కంటే మానవ జీవితము అధికమైనటువంటిది కాదు. He told teacher, more than morality, the human life is not that important. తండ్రి యొక్క ఆజ్ఞను శిరసావహించి నేను ఈ అడవిలో ప్రవేశించాను. Obeying father's command, I entered the forest. ఈనాడు నేను తండ్రి ఆజ్ఞను ఉల్లంఘించి రాజ్యంలో ప్రవేశించిన నా తండ్రికి నైతిక మర్యాదను కోల్పోయినటువంటి వాడిని అవుతాను. If I disobey my father's command and get back to Ayodhya, I'll be disobedient to him. నేను ప్రాణమునైనా వీడుతును కానీ నా నైతిక విలువను నేనేమాత్రము వీడను. I am ready to sacrifice my life, but not the moral values. నైతిక జీవితము, ధర్మ జీవితము, త్యాగ జీవితము మానవునికి ప్రధానమైనటువంటి సూత్రంగా రామచరిత్ర లోకమునకు ప్రబోధిస్తూ వచ్చింది. The story of Rama demonstrated clearly the life of sacrifice, the life of righteousness, and the life of moral conduct. సాయిరామ్ సందీప్ భజన చొల్లికోడు. సాయిరామ్. రామ రామ సాయి రామ సీతారామ రాధేశ్యామ. 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 దశరథ సీతారామ వసుదేవ నందన రాధేశ్యామ. దశరథ సీతారామ వసుదేవ నందన రాధేశ్యామ. ఈశ్వరాంబ నందన ఈశ్వరాంబ నందన पर्तिपुरीश्वर साईरा. पर्तिपुरीश्वर साईरा. राम राम साईरा सीताराम
രാധേശ്യാം. സായിരാം. സൈറാം. ഓം ശ്രീ സൈറാം. സായി ഉപമ. ഒരു പിതാവ് തന്റെ ആദേശങ്ങൾ അനുസരിക്കുകയും തന്റെ വിവേകത്തെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു പുത്രനാണ് തന്റെ സ്വത്ത് നൽകുക, അല്ലാതെ താന്തോന്നിയായ ഒരു പുത്രന് അല്ല. ഈശ്വരൻ ലോക പിതാവാണ്. നിങ്ങൾ ഒരു ആസ്തികനാണെങ്കിൽ, അതായത് ഈശ്വര വിശ്വാസി ആണെങ്കിൽ, നിങ്ങൾക്ക് ഈശ്വരന്റെ ആസ്തി അഥവാ സമ്പത്ത് ലഭിക്കുന്നു. ഒരാൾ ബുദ്ധിമോശം കൊണ്ട് തന്റെ അധപ്പതനത്തെക്കുറിച്ച് ബോധവാൻ അല്ലെങ്കിൽ അയാളുടെ അവകാശമായ ആസ്തി ഭഗവാൻ അയാൾക്ക് നൽകുന്നില്ല. പകരം അയാൾക്ക് പരിവർത്തനം ഉണ്ടാകുന്നതിനായി വിവേകം ഉണ്ടാകുന്നതുവരെ അയാളെ ഒരു സംരക്ഷണയെ ഏൽപ്പിച്ച് ഭഗവാൻ അയാളെ സംരക്ഷിക്കുന്നു. ജയ് സായിരാം. സായിരാം. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.